വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് MM ഹസൻ. മണ്ണുത്തി അങ്കമാലി ദേശീയപാത നിർമ്മാണം. ദേശീയപാത അതോറിറ്റിക്ക് 18-ന് കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ. നിർദ്ദേശം നൽകിയത് ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ. അഷ്ടമിരോഹിണി നാളെ. ഗുരുവായൂരപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 1000-ഓളം ശോഭയാത്രകൾ നടക്കും. പുതുക്കാട് സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽപ്പെട്ട LPG ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി. പരിഹാരമാകാതെ തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്ക്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് പതിവാകുന്നു. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേസിൽ പ്രതികളായ KSU നേതാക്കളെ മുഖംമൂടി അണിയിച്ചും കൈകളിൽ വിലങ്ങണിയിച്ചും കോടതിയിൽ ഹാജരാക്കിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റി നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് അക്രമാസക്തമായി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടുവാൻ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, അൽ അമീൻ എന്നിവരെ ഭീകരവാദികളെപ്പോലെ മുഖം മറച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. പ്രകടനമായെത്തിയ പ്രവർത്തകരെ മാരിയമ്മൻ കോവിലിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായതോടെ പ്രവർത്തകർക്ക് നേരെ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാർ പിന്തിരിഞ്ഞു പോകാത്തതിനെ തുടർന്ന് കണ്ണീർ വാതകവും പ്രയോഗിച്ചു. അരമണിക്കൂറോളം സംഘർഷാന്തരീക്ഷം നീണ്ടുനിന്നു. മുഖ്യമന്ത്രിയുടെയും വടക്കാഞ്ചേരി SHO ഷാജഹാന്റെയും കോലം സമരക്കാർ കത്തിച്ചു. സമരത്തെ തുടർന്ന് വടക്കാഞ്ചേരി ചേലക്കര ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. പ്രതിഷേധ സമരത്തെ തുടർന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പ്രതിഷേധ മാർച്ച് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. പോലീസിനെതിരെ പ്രസംഗങ്ങളിലും മുദ്രാവാക്യങ്ങളിലും വധഭീഷണികളും ഉയർന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി അടിച്ചമർത്തുവാനുള്ള പിണറായി സർക്കാരിന്റെ ശ്രമത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ പങ്കെടുത്തതിന് അറസ്റ്റിലായ പ്രവർത്തകരെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ല. KSU നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോസഫ് ചാലിശ്ശേരി, ബിജോയ് ബാബു, സുരേഷ് മമ്പറമ്പിൽ, അമ്പലപ്പാട്ട് മണികണ്ഠൻ തുടങ്ങിയവരും KPCC പ്രസിഡന്റിനൊപ്പം KSU പ്രവർത്തകരെ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. ഇത് പിണറായി വിജയന്റെ തെറ്റായ പോലീസ് നയത്തിന്റെ തുടർച്ചയാണ്. അത് നമ്മൾ കണ്ടു. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ പോലീസ് നടത്തിയ ക്രൂരമായിട്ടുള്ള മർദ്ദനം കണ്ടു. അതിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടിട്ടും ഇതുവരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ വടക്കാഞ്ചേരി പോലീസ് KSUവിന്റെ 3 നേതാക്കന്മാരെ കളവായ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. അവരെ കയ്യാമം വെച്ച് അവരുടെ തല മൂടിക്കെട്ടിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതിന്റെ യാതൊരു ആവശ്യവുമില്ല. കാരണം ആ കേസിൽ KSU പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി മുഖംമൂടി ധരിപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെ കാക്കി ഊരിവെപ്പിച്ച് കയ്യാമം വെച്ച് കോടതിയിൽ എത്തിക്കും വരെ കോൺഗ്രസ് നിയമ പോരാട്ടങ്ങൾ നടത്തുമെന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്ത KSU നേതാക്കളെ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെത്തി സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പോലീസ് അതിക്രമങ്ങൾ നടക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതുവരെ കോൺഗ്രസ് സമരങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്നും MM ഹസൻ പറഞ്ഞു. ഈ കുട്ടികളെ 3 കുട്ടികളെ ഭീകരവാദികളെ പോലെ അല്ലെങ്കിൽ രാജ്യദ്രോഹികളെ പോലെ കൊലക്കേസിൽ വിധി
പ്രഖ്യാപിച്ച ശേഷം പ്രതികളെ കൊണ്ടുവരുന്നത് പോലെ മുഖം മൂടി കയ്യാമം വെച്ച് കൊണ്ടുവന്ന നടപടി മനുഷ്യാവകാശ ലംഘനമാണ്, നിയമവിരുദ്ധമാണ്. അതാണ് പ്രസിഡന്റ് പറഞ്ഞത്. മണ്ണുത്തി അങ്കമാലി ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകളും ഗതാഗതക്കുരുക്കും പരിഹരിക്കുന്നതിന് ദേശീയപാത അതോറിറ്റിക്ക് 18 കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ ആഴ്ച നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്നുള്ള സർവീസ് റോഡിലെ കുത്തനെയുള്ള ഇറക്കവും അപകടകരമായ വശങ്ങളും ഉടൻ നിരപ്പാക്കി ടാർ ചെയ്യുക, ചിറങ്ങര, മുരിങ്ങൂർ, പേരാമ്പ്ര, ആമ്പലൂർ എന്നിവിടങ്ങളിലെ നിർമ്മാണ സ്ഥലങ്ങളിൽ ആഴത്തിൽ കുഴിച്ച ഭാഗങ്ങളിൽ ആളുകൾ വീഴാതിരിക്കുക സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുക, മുരിങ്ങൂരിലെ 1 കിലോമീറ്ററോളം വരുന്ന പഞ്ചായത്ത് റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നതിനാൽ അടിയന്തരമായി പുനർനിർമ്മിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് NHAIക്ക് നൽകിയിട്ടുള്ളത്. അടിപ്പാത നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുവാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതിവേഗത്തിൽ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി വരുന്നതായി ദേശീയപാത അധികൃതർ കളക്ടറെ അറിയിച്ചു. അഷ്ടമിരോഹിണി ആഘോഷത്തിനായി ഗുരുഭവനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രനഗരിയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണന്റെ പിറന്നാൾ അവിസ്മരണീയമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗുരുവായൂർ ക്ഷേത്രവും പരിസരവും. ജന്മാഷ്ടമി ദിനത്തിൽ പുലർച്ചെ നിർമാല്യം മുതൽ ആയിരങ്ങളാണ് ദർശനത്തിനെത്തുക. പിറന്നാൾ സദ്യ കഴിക്കാൻ ഭക്തരുടെ നീണ്ട നിര തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 1/4 ലക്ഷത്തോളം പേർക്കുള്ള പിറന്നാൾ സദ്യയാണ് ഒരുക്കിയതെങ്കിൽ ഇത്തവണ 40,000 പേരെയാണ് പ്രതീക്ഷിക്കുന്നത്. ദർശനത്തിനും സദ്യയ്ക്കും പ്രത്യേകം വരി സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി വലിപ്പമുള്ള പന്തലുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രവും പരിസരവും വൈദ്യുത ദീപാലങ്കൃതമാക്കിയിട്ടുണ്ട്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ അലങ്കരിച്ച ഉറികൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. രാവിലെ 10-ന് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന നായർ സമാജത്തിന്റെ അഷ്ടമിരോഹിണി ഘോഷയാത്ര ഉച്ചയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ഘോഷയാത്രകളും ഉണ്ടാകും. നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് കിഴക്കേ നടയിലെത്തിയാൽ ദേവസഹോദര സംഗമം നടക്കും. ഭഗവാൻ ശ്രീകൃഷ്ണന് മൂത്ത സഹോദരൻ ബലരാമൻ പിറന്നാളാശംസകൾ നൽകാൻ എത്തുന്നുവെന്നതാണ് ഇതിനു പിന്നിലെ വിശ്വാസം. ക്ഷേത്രത്തിൽ 3 നേരവും സ്വർണ്ണക്കോലത്തിന്റെ പ്രൗഢിയിലാണ് ശീവേലി എഴുന്നള്ളിപ്പ്. വൈകിട്ട് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് രഥം എഴുന്നള്ളിപ്പ് ഉണ്ടാകും. അപ്പവും പാൽപ്പായസവുമാണ് അഷ്ടമിരോഹിണി ദിവസത്തിലെ പ്രധാന വഴിപാട്. 8 ലക്ഷത്തിലധികം രൂപയുടെ പാൽപ്പായസവും 7 ലക്ഷം രൂപയുടെ അപ്പവുമാണ് തയ്യാറാക്കുന്നത്. 38.5 ലക്ഷം രൂപയാണ് ആഘോഷ പരിപാടികൾക്കായി ദേവസ്വം നീക്കിവച്ചിരിക്കുന്നത്. അഷ്ടമിരോഹിണിയുടെ തിരക്കിന് പുറമെ 200ഓളം വിവാഹങ്ങളും നാളെ ക്ഷേത്രസന്നിധിയിൽ നടക്കും. 5 CIമാരുടെ നേതൃത്വത്തിൽ 300 പോലീസുകാരെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. ദേവസ്വത്തിലെ 220 സെക്യൂരിറ്റി ജീവനക്കാർക്ക് പുറമെ NCC, സ്കൗട്ട്, SPC തുടങ്ങിയവരും ഉണ്ടാകും. TCV ഗുരുവായൂർ. പതിവ് തെറ്റിക്കാതെ 46-ാം വർഷവും അഷ്ടമിരോഹിണി നാളിൽ കണ്ണനെ കണ്ടുതൊഴാൻ പാലക്കാട് നിന്നുമുള്ള സംഘം ഗുരുവായൂരിൽ ഇത്തവണയും എത്തും. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളിപ്പറയിൽ നിന്നാണ് 41 അംഗങ്ങളുള്ള സംഘം ഗുരുവായൂരിലേക്ക് പോകുന്നത്. 8 പുരുഷന്മാരും 25 സ്ത്രീകളും 6 കുട്ടികളും അടങ്ങുന്ന ഭക്തിസംഘത്തിൽ 11 വയസ്സുള്ള സിദ്ധാർത്ഥ പ്രയാൺ മുതൽ 63 വയസ്സുള്ള ചിന്നക്കുട്ടിമ്മ വരെയുണ്ട്. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ ഭക്തജനസംഘം എത്തിയത്. 46 വർഷം മുൻപ് പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധൻ സ്വാമിയും തുടക്കം കുറിച്ച ഭക്തിയാത്ര ഇന്നും മുടങ്ങാതെ സംഘം നടത്തിവരുന്നു. ഇത്തവണ K ഗണേശൻ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 10-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പാലക്കാട് എലപ്പുള്ളിപ്പാറയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. മുറ്റാപ്പറ്റ ഭഗവതി ക്ഷേത്രം, തിരുവില്ലാമല ക്ഷേത്രം, പഴയന്നൂർ ക്ഷേത്രം, അകമല ശാസ്താ ക്ഷേത്രം, നെല്ലുവായ് ധന്വന്തരി ക്ഷേത്രം, മമ്മിയൂർ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തിയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നത്. ഞായറാഴ്ച അഷ്ടമിരോഹിണി. ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണന്റെ പിറന്നാൾ ദിനത്തിൽ രാവിലെ കുളിച്ചു തൊഴുതതിനു ശേഷം തിരിച്ച് ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങും. കണ്ണൻ, പ്രദീപ്, സുമതി, ശാന്താരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്തജനസംഘം കാൽനടയാത്ര നടത്തുന്നത്. TCV എരുമപ്പെട്ടി. ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണന്മാർക്കും ഗോപാലകർക്കും അടിച്ചുടയ്ക്കുവാനുള്ള ഉറികൾ തയ്യാറായി. 700ഓളം അലങ്കരിച്ച ഉറികളാണ് പൂജ നടത്തി ഉറിയടിക്ക് തയ്യാറാക്കിയത്. ഗുരുവായൂർ നായർ സമാജം ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ അനന്തൻ നാരായണൻ നമ്പൂതിരി, മനു കൃഷ്ണൻ നമ്പൂതിരി, ബാലയിൽ ജയപ്രകാശ് എന്നിവർ ചേർന്ന് പൂജ നടത്തി. ഉറികളിൽ ഉണ്ണിയപ്പം, ശർക്കര, അവിൽ, മലർ തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ചു. മമ്മിയൂർ ക്ഷേത്രം മുതൽ ഗുരുവായൂർ ക്ഷേത്രം വരെ റോഡിന് മുകളിലായി ഉറികൾ കെട്ടിത്തൂക്കി. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ഉണ്ണിക്കണ്ണന്മാർക്കും ഗോപാലകർക്കും ഉറികൾ അടിച്ചുടച്ച് വെണ്ണയും അപ്പവും പങ്കിടും. ഇടവേള. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും.
ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. KR നാരായണൻ സ്മാരക മന്ദിരം അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC non-AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. തിരികെ വാർത്തകളിലേക്ക്. പുതുക്കാട് സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ട LPG ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരത്തി. കൊച്ചി അമ്പലമ്പുളിൽ നിന്നും LPGയുമായി കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന റിക്കവറി ലോറിയിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ മുൻപിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ റിക്കവറി ലോറി ഇടിക്കുകയുമായിരുന്നു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത തടസ്സം നേരിട്ടു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് തകരാറിലായ ടാങ്കർ ലോറി റോഡിൽ നിന്ന് മാറ്റി. റിക്കവറി ലോറിയിലെയും കണ്ടെയ്നർ ലോറിയിലെയും ഡ്രൈവർമാർക്ക് നിസ്സാര പരിക്കേറ്റു. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗത കുരുക്ക് നാൾക്കുനാൾ വർദ്ധിച്ചിട്ടും പരിഹാരം കാണാതെ പോലീസ്. 1 വർഷത്തിലധികമായി ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് പതിവ് കാഴ്ചയാണ്. 2 ഹോം ഗാർഡുകൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ജോലിക്കുണ്ടെങ്കിലും തിരക്കുള്ള സമയങ്ങളിൽ കിലോമീറ്ററുകളോളം ദൂരത്തിൽ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ കിടക്കുന്ന കാഴ്ച പതിവാവുകയാണ്. ട്രാഫിക് നിയന്ത്രണത്തിന് അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് കൂടുതൽ പോലീസുകാരെ കൂടി ഇവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ മാത്രമേ കുറച്ചെങ്കിലും പരിഹാരം കാണാൻ സാധിക്കൂ. ഈ ജംഗ്ഷനിൽ നാലുംകൂടി ജംഗ്ഷനിൽ കാഞ്ഞാണി നാലുംകൂടി ജംഗ്ഷനിൽ ഏത് സമയത്തും ബ്ലോക്കാണ്. തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഏനമാവിലേക്ക് തിരിയുന്ന സമയത്ത് വാടാനപ്പള്ളി റോഡ് മുഴുവൻ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അതല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് അന്തിക്കാട്ടേക്ക് പോണ വണ്ടികൾ തിരിയുന്ന സമയത്തും മറ്റു ഭാഗങ്ങളിലൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടായിരുന്നു. അധികാരികൾ എത്രയും വേഗം ഇതിനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുക. സിഗ്നൽ ലൈറ്റും ഹമ്പും സ്ഥാപിക്കണമെന്ന ആവശ്യം മുൻപേ ഉള്ളതാണ്. രാത്രികാലങ്ങളിൽ ഗുരുവായൂർ തൃശൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ ജംഗ്ഷനാണെന്ന് തിരിച്ചറിയാതെ കൂട്ടിയിടിച്ചുണ്ടായിട്ടുള്ള അപകടങ്ങൾ നിരവധിയാണ്. ബസ്, ലോറി തുടങ്ങിയ വലിയ വാഹനങ്ങൾ ഒഴികെ ചെറുവാഹനങ്ങളെ കാഞ്ഞാണി സെന്ററിലേക്ക് പ്രവേശിപ്പിക്കാതെ ഇടറോഡുകളിലൂടെ തിരിച്ചുവിട്ട് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വേണ്ടത്ര പോലീസ് ഇല്ലാത്തതാണ് ഇവിടെ കൂടുതൽ പേരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കാത്തതെന്നാണ് സ്ഥിരം പല്ലവി. ഗതാഗതം സുഗമമാക്കുന്നതിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കാഞ്ഞാണി സെന്ററിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ലൈൻ വേണമെന്ന ആവശ്യവും ശക്തമാണ്. TCV തൃശൂർ. കാഞ്ഞാണി സെന്ററിൽ കയ്യിൽ ഹെൽമറ്റും തോളിൽ ബാഗുമായി ബിസിലടിച്ച് ഗതാഗതം നിയന്ത്രിക്കുന്ന ഹോംഗാർഡ് ആറാംകല്ല് സ്വദേശിയായ ജെയ്സന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നു. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയപ്പോഴാണ് സെന്ററിൽ വൻ ഗതാഗത കുരുക്ക് കണ്ട് 2 വീലർ ഒതുക്കി വെച്ചതിനു ശേഷം റെയിൻകോട്ടും കുടിക്കാനായി കൊണ്ടുവരുന്ന വെള്ളവും അടങ്ങിയ ബാഗും കയ്യിൽ തന്നെ കരുതി ഗതാഗതം നിയന്ത്രിച്ചത്. സാധാരണ അടുത്തുള്ള കടയിലാണ് ബാഗും മറ്റും സൂക്ഷിക്കാൻ ഏൽപ്പിക്കാറ്. ഇതുകൊണ്ട് വയ്ക്കുവാനുള്ള നേരത്തിനിടയിൽ ഗതാഗത കുരുക്ക് കൂടുമെന്നതിനാൽ ഓടിയെത്തി ഗതാഗതം നിയന്ത്രിച്ച് പരിഹാരം കാണുകയായിരുന്നു ജെയ്സൺ. സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരാണ് ഡ്യൂട്ടിയിലുള്ള പ്രതിബദ്ധത ക്യാമറയിൽ പകർത്തിയത്. പുത്തൂർ കൈനൂർ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഓൺലൈനായി നിർവഹിച്ചു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. മണലിപ്പുഴയ്ക്ക് കുറുകെ കൈനൂരിൽ 10 കോടി രൂപ ചെലവഴിച്ചാണ് യന്ത്രവൽകൃത ഷട്ടറുകളോടുകൂടിയ റെഗുലേറ്ററും പാലവും ഉൾപ്പെടുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. മൂർക്കനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, നടത്തറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത് തുടങ്ങിയവർ സംസാരിച്ചു. 10 കോടി രൂപയാക്കി ഉയർത്തി ഭരണത്തിൽ കൊടുക്കാൻ സാധിച്ചതിലുള്ള സംതൃപ്തി വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കണം എന്നാലോചിച്ചു. സംവിധാനം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. സാധാരണ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആ പുഴയൊന്ന് മര്യാദയ്ക്ക് ഒഴുക്കണം.
നമ്മൾ നേരത്തെ നടത്തറ പഞ്ചായത്തിൻ്റെ പുഴയുമായി ബന്ധപ്പെട്ട വലുതായി വളർന്നു നിൽക്കുന്ന ചെടികളും മറ്റ് പാഴ്വസ്തുക്കളും ഒക്കെ മാറ്റിക്കളയാൻ 85 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടൊരു പ്രവർത്തനം നടത്തിയതാണ്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം നടക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുവാൻ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. വടക്കാഞ്ചേരി ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഒക്ടോബർ ആദ്യവാരത്തോടെ പൂർത്തീകരിക്കുമെന്ന് DRM വ്യക്തമാക്കി. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഓൺലൈൻ വഴി നിർവഹിക്കുന്ന രീതിയിലാണ് ക്രമീകരിക്കുന്നത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ പൂർത്തീകരിച്ചു. അവസാനഘട്ട മിനുക്കുപണികൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സ്റ്റേഷനിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതും പ്ലാറ്റ്ഫോമിലുള്ള ഭാഗങ്ങളിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ടെന്നും DRM പറഞ്ഞു. ഒക്ടോബർ ആദ്യവാരം തന്നെ ഉദ്ഘാടനമുണ്ടാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മാരിമുത്തു, തിരുവനന്തപുരം നോർത്ത് ഡിവിഷണൽ എഞ്ചിനീയർ പ്രവീൺ കുമാർ, ഡിവിഷണൽ സിഗ്നൽ ആൻഡ് ടെലികോം എഞ്ചിനീയർ അജിത് കുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. മുല്ലശ്ശേരി പഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KP ആലി, ശ്രീദേവി ഡേവിസ്, മിനി മോഹൻദാസ്, ക്ലമൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ, ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ, EMS കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാള ബ്രാഹ്മണ സമാജം ഗുരുവായൂർ ശാഖ വാർഷികവും ഓണാഘോഷവും നടന്നു. കേന്ദ്ര ട്രഷറർ ത്രിവിക്രമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ഗീതാ സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ദേവസ്വം വാസു നെടുങ്ങാടി സുവർണമുദ്ര പുരസ്കാര ജേതാവായ കൃഷ്ണനാട്ടം കലാകാരൻ രാധാകൃഷ്ണൻ മല്ലിശ്ശേരിയെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ദീപേഷ് ഇളയത്, ജില്ലാ സെക്രട്ടറി ഷീജ നാരായണൻ, വനിതാ സമാജം ജില്ലാ പ്രസിഡന്റ് ശാന്ത വാസുദേവൻ, ദേവൻ ഇളയത്, ശ്രീജ പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ലൈഫ് തുടങ്ങി കഴിഞ്ഞപ്പോൾ അനിയേട്ടന്റെ മനസ്സിൽ വെച്ചാണ് നമുക്ക് അവിടെ ഒരു ശാല. മാളാപ്പള്ളിപ്പുറം സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിൽ സേവനം ചെയ്ത വൈദികരുടെയും സന്യസ്തരുടെയും സംഗമം നടത്തി. കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായി. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞൂർ റോക്കി റോബി കളത്തിൽ, ഫാദർ ഫ്രാൻസിസ് കൊയ്ക്കാരപ്പറമ്പിൽ, സിസ്റ്റർ ഡെയ്നി, CEO ജോസ് എന്നിവർ സംസാരിച്ചു. ശതാബ്ദിയുടെ ഭാഗമായി 20 പേർക്ക് ചികിത്സാ സഹായം നൽകി. എളവള്ളി പഞ്ചായത്തിൽ ഗാന്ധി സ്മാരക നിധി ട്രസ്റ്റിന്റെ കീഴിലുള്ള ഭൂമി കയ്യേറുന്നതായി പരാതി. മണ്ണിടിച്ചിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പൂച്ചക്കുന്നിൽ രാത്രിയുടെ മറവിലും അവധി ദിവസങ്ങളിലും സ്വകാര്യ വ്യക്തികൾ കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതായും മരങ്ങൾ മുറിച്ചു മാറ്റുന്നതായും ആക്ഷേപമുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായിരുന്ന PP രാമൻ ദാനമായി നൽകിയ 2 ഏക്കർ വരുന്ന സ്ഥലത്ത് ഖാദി നെയ്ത്തുകേന്ദ്രം, കുട്ടികൾക്കുള്ള അംഗനവാടി, ഗ്രന്ഥശാല, വളം മെഴുകുതിരി നിർമ്മാണ കേന്ദ്രം, കോഴി വളർത്തൽ എന്നിവ നടന്നിരുന്നതാണ്. കരുമാഞ്ചേരി മാധവൻ നായർ, K ഭീമൻ നായർ എന്നീ ഗാന്ധിയന്മാരാണ് ഈ കേന്ദ്രത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത് 15ഓളം സ്ത്രീകൾ ഖാദി നെയ്ത്തു നടത്തുന്ന തകർന്നു വീഴാറായ ഷെഡ് മാത്രമാണ്. 2 ഏക്കർ വരുന്ന സ്ഥലത്തുനിന്നും എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധി പദ്ധതിക്കായി 20 സെന്റ് സ്ഥലം പാട്ടവ്യവസ്ഥയിൽ കൈമാറിയിട്ടുണ്ട്. ബാക്കി വരുന്ന 1 ഏക്കർ 80 സെന്റ് സ്ഥലം ഗാന്ധി സ്മാരക നിധി ട്രസ്റ്റിന്റെ കൈവശമുണ്ട്. ട്രസ്റ്റിന്റെ അധികൃതരുടെ സ്ഥിരമായ സാന്നിധ്യം ഇവിടെ ഇല്ലാത്തതിനാൽ ഈ സ്ഥലത്തെ ഫലവൃക്ഷങ്ങളിലെ ഉൽപ്പന്നങ്ങൾ പലരും കൊണ്ടുപോകുകയും സാമൂഹ്യദ്രോഹികൾ രാത്രികാലങ്ങളിൽ JCBയും ടിപ്പർ ലോറിയും ഉപയോഗിച്ച് അനധികൃതമായി മണ്ണ് കടത്തിക്കൊണ്ടിരിക്കുകയുമാണെന്ന് ജനകീയ സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ജിൻഡോ തേറാട്ടിൽ പറഞ്ഞു. ഈ നെയ്ത്ത് കേന്ദ്രം മാത്രമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ബാക്കിയുള്ള സ്ഥലമൊക്കെ അനാഥമായ രീതിയിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. ഇവിടെ സാമൂഹ്യ ദ്രോഹികളുടെ വിളയാട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളിലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് മണ്ണെടുത്തു പോവുകയും രാത്രികാലങ്ങളിൽ മണ്ണെടുത്തു പോവുകയും മരങ്ങളും അതുപോലെ ഫല വൃക്ഷങ്ങളും ഇതൊക്കെ നശിപ്പിക്കുകയൊക്കെ ചെയ്യണം. നാടിന്റെ പൈതൃകമായ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഖാദി പ്രസ്ഥാനത്തിന്റെയും പ്രതീകമായ ഗാന്ധി സ്മാരക നിധിയുടെ സ്ഥലവും
അനുബന്ധ പ്രവർത്തനങ്ങളും സംരക്ഷിക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പൂവത്തൂർ ഗാന്ധി സ്മാരകനിധി ജനകീയ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. ഇക്കാര്യം ഉന്നയിച്ച് സമിതി ജനറൽ കൺവീനർ ജിൻഡോ തേറാട്ടിൽ, വൈസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, എക്സിക്യൂട്ടീവ് മെമ്പർ തോമസ് നീലങ്കാവിൽ എന്നിവരുടെ നേതൃത്വത്തിൽ തൃശൂർ RDO, ചാവക്കാട് തഹസിൽദാർ, എളവള്ളി വില്ലേജ് ഓഫീസർ, പാവറട്ടി പോലീസ് എന്നിവർക്ക് പരാതി സമർപ്പിച്ചു. TCV ന്യൂസ്, പാവറട്ടി. കുഴൂർ പഞ്ചായത്ത് വയോജന സംഗമവും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിജി വിൽസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ്, ക്ലബ് പ്രസിഡന്റ് ആന്റോ കണ്ടംകുളത്തി, പൌലൂസ് ചാലമന, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷിജി യാക്കോബ്, PS സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിൽവി സേവ്യർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. യൂത്ത് കോൺഗ്രസ് കോലടി മണ്ഡലം മുൻ സെക്രട്ടറി MS രവീന്ദ്രൻ രക്തസാക്ഷി ദിനം ആചരിച്ചു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു. കോൺഗ്രസ് കോലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രക്തസാക്ഷി ദിനാചരണ അനുസ്മരണ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഹരി നമ്പലാട്ട്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലടി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PA ലോനപ്പൻ, PS വേണുഗോപാലൻ, P ഗിരീഷ്, മാർട്ടിൻ കൊട്ടേക്കാട്, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OM ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. തന്റെ ചിത്രരചനകളിലൂടെ വിസ്മയം തീർക്കുകയാണ് മച്ചാടിന്റെ സ്വന്തം കലാകാരൻ ഷാജു കുറ്റിക്കാടൻ. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങളുടെ ചുമരുകളിൽ ചിത്രരചന ആവിഷ്കാരം പ്രതിഫലിപ്പിക്കുകയാണ് ഷാജു കുറ്റിക്കാടൻ. മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച പൈതൃക തനിമ ഒട്ടും ചോരാതെയുള്ള ആവിഷ്കാരങ്ങളാണ് ഷാജുവിന്റേത്. മെട്രോ ട്രെയിൻ വരെ എത്തി നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കലാചാരുത. ഒട്ടനവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഈ കലാകാരൻ പാട്ടിലും അഭിനയത്തിലും കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. പുന്നമറമ്പിന്റെ എന്താ പറയുക, കളറാണ്. കളർ മീൻസ് ആ നിറങ്ങളുടെ ഒരു കൂട്ടുകാരൻ. മറ്റേ MT വാസുദേവൻ നായർ ഭരതനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഭരതൻ നിറങ്ങളുടെ ചക്രവർത്തി എന്ന് പറഞ്ഞത്. ഷാജു കുറ്റിക്കാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറങ്ങളുടെ കൂട്ടുകാരനാണ്. അപ്പോൾ മച്ചാടിനൊരു കളറുണ്ടെങ്കിൽ ആ കളറ് ഒരു പര്യായം കൂടിയാണ് ഷാജു കുറ്റിക്കാടൻ. കൂടാതെ അടുത്തിടെ പുലിക്കളിയോടനുബന്ധിച്ച് ലഹരിക്കെതിരെയുള്ള ടാബ്ലോയിഡ് ശില്പിയും ഇദ്ദേഹമാണ്. നാട്ടുകാർ എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നുണ്ടെങ്കിൽ ഷാജു കുറ്റിക്കാടിന്റെ കയ്യൊപ്പും അനിവാര്യമാണ്. മാമാങ്കം ആദ്യമായിട്ടാണ് നമ്മുടെ മച്ചാട് പ്രദേശത്ത് ഒരു സ്ഥാപനത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു വരയ്ക്കുന്നത്. മറ്റു ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന പോലെയല്ല, മാമാങ്കം വരയ്ക്കുമ്പോൾ അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. കലാ സാംസ്കാരിക രംഗത്ത് ഒഴിച്ചു നിർത്താനാകാത്തതാണ് ഷാജു കുറ്റിക്കാടന്റെ രചനാ വൈഭവം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു. ശ്രീനാരായണപുരം കരിനാട്ട് വീട്ടിൽ ശ്രീജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASI പ്രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി KSRTC ഡിപ്പോയിൽ നിന്ന് പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ഓഫീസർ KJ സുനിൽ, കൌൺസിലർമാരായ BO പൈലപ്പൻ, നിത പോൾ, ജനറൽ CI CK ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടിയിൽ നിന്ന് കോഴിക്കോട് കുറ്റ്യാടിയിലേക്കാണ് ബസ് സർവീസ് നടത്തുക. രാവിലെ 6:45 പുറപ്പെടുന്ന ബസ് രാത്രി 10 മണിക്ക് തിരിച്ചെത്തും.
നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിതകേരളം മിഷൻ പ്രഖ്യാപിച്ച ജില്ലയിലെ മികച്ച രണ്ടാമത്തെ പച്ചത്തുരുത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി എളവള്ളി കുളവെട്ടി പച്ചത്തുരുത്ത്. 41 കുളവെട്ടി മരങ്ങളും 20 ഫലവൃക്ഷങ്ങളുമാണ് ഈ തുരുത്തിനെ ഹരിതാഭമാക്കുന്നത്. കണിയാംതുരുത്ത് പാടശേഖരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കുളവെട്ടി പച്ചത്തുരുത്ത് വിവിധതരം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. 50 സെന്റ് സ്ഥലത്ത് കുളവെട്ടി മരങ്ങൾക്ക് പുറമെ വ്യത്യസ്തങ്ങളായ നിരവധി ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് തന്നെ 300 കുളവെട്ടി മരങ്ങളാണ് നിലവിലുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന ഞാവൽ വർഗത്തിൽപ്പെട്ട പ്രത്യേക മരങ്ങളാണ് കുളവെട്ടി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെയാണ് എളവള്ളിയിൽ കുളവെട്ടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. സമീപമുള്ള വാതക ശ്മശാനത്തിലെ ജീവനക്കാർ ദൈനംദിന പരിപാലനം നടത്തുന്നു. തൈകളുടെ പ്രൂണിംഗ് ഉൾപ്പെടെ എല്ലാ മേൽനോട്ടവും തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ PV ആന്റോയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളാണ് നിർവഹിക്കുന്നത്. കവാടം, ഗേറ്റ്, ഇരിപ്പിടം, പ്രദർശന ബോർഡ് എന്നിവയ്ക്ക് 5 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് ചെലവഴിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദ വികസനം ലക്ഷ്യമിട്ടുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് കുളവെട്ടി പച്ചത്തുരുത്തിന്റെ സംരക്ഷണമെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, സെക്രട്ടറി തോമസ് രാജൻ എന്നിവർ പറഞ്ഞു. TCV ന്യൂസ്, പാവർട്ടി. അരിമ്പൂരിൽ കിണറ്റിൽ വീണ മയിലിനെ രക്ഷിച്ചു. അരിമ്പൂർ കുന്നപ്പശ്ശേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പോസ്റ്റ്മാൻ സജന്റെ വീട്ടിലെ കിണറ്റിലാണ് മയിൽ വീണത്. 15 അടിയോളം താഴ്ചയിൽ വെള്ളത്തിൽ മയിൽ കിടക്കുന്നത് കണ്ട് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് റെസ്ക്യൂ വാച്ചർ ലിജോ, സർപ്പ വളണ്ടിയർ ടൈറ്റസ് എന്നിവരെത്തി മയിലിനെ രക്ഷിച്ചു. മണലൂർ പഞ്ചായത്ത് കേരളോത്സവ മത്സരങ്ങൾക്ക് തുടക്കമായി. കലാകായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന സേവിയർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളോത്സവം 28-ന് സമാപിക്കും. തൈക്കാട്ടുശ്ശേരി ALP സ്കൂളിൽ ചെത്തിപ്പൂ വസന്തം. ഹരിതവർണ്ണ ഇലകൾക്കിടയിൽ ചെമ്പട്ടെടുത്ത് നിൽക്കുന്ന പൂക്കൾ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കുന്നതോടൊപ്പം സ്കൂളിന് സമ്മാനിക്കുന്നത് ചെറിയൊരു വരുമാനവും കൂടിയാണ്. 2 വർഷം മുമ്പാണ് വളപ്പിലെ 1/2 ഏക്കർ സ്ഥലത്ത് ചെത്തിക്കൃഷി തുടങ്ങിയത്. വൈദ്യരത്നം ഔഷധശാലയിലെ ജീവനക്കാരനായ P. മുകുന്ദന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. ഈ പുഷ്പങ്ങൾ കൊടുക്കുന്നത് ആയുർവേദ മരുന്നുകൾക്കായ കാരണം അതിൽ പെസ്റ്റിസൈഡോ അല്ലെങ്കിൽ ഫെർട്ടിലൈസറോ ഒന്നും ഞങ്ങൾ ചേർക്കാറില്ല. ഇപ്പോൾ നല്ല രീതിയിൽ ഈ പൂക്കൾ കിട്ടുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 50-60 ചെടികൾ വീണ്ടും അവിടെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. അത് അടുത്ത കൊല്ലം കൊണ്ട് അവിടെ വീട്ടിൽ കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 200 തൈകളാണ് കൃഷി ചെയ്തത്. ഇവയ്ക്കെല്ലാം ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. ഹൈബ്രിഡ് ഇനത്തിലുള്ള തൈകൾ പരിപാലിക്കുവാൻ ഉത്സാഹത്തോടെ വിദ്യാർത്ഥിനികളും പ്രധാന അധ്യാപിക AV പ്രസന്നയും മറ്റധ്യാപകരും മുന്നോട്ട് വന്നതോടെ ചെടികൾ നിറയെ പൂക്കൾ നിറഞ്ഞു. നാല് ദിവസം കൂടുമ്പോൾ വിളവെടുക്കും. ആയുർവേദ മരുന്നുകൾക്കായി സമീപത്തെ ഔഷധശാലയിലേക്കാണ് പൂക്കൾ വിൽക്കുന്നത്. ഓരോ തവണയും 10 കിലോയോളം പൂക്കൾ വിളവെടുക്കും. 250 രൂപയാണ് 1 കിലോ പൂവിന്റെ വില. വരുമാനത്തെക്കാൾ ഉപരി കുട്ടികളിൽ മണ്ണിനോടും കൃഷിയോടുമുള്ള സ്നേഹം വളർത്തിയെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതർ. സ്കൂളിലേക്ക് തന്നെ കുട്ടികളെ ആകർഷിക്കാൻ ഇത് വളരെ സഹായമാണ്. കുട്ടികളും മൂന്നേട്ടനെ ഇതിൻ്റെ കൂടെ സഹായിക്കാറുണ്ട്. ഹെഡ് മിസ്സസ്, പ്രസന്ന ടീച്ചറും അതുപോലെ മറ്റുള്ള അധ്യാപകരും. ഒരുപാട് കുട്ടികൾക്ക് ചെടികൾ വളർത്തണതിൻ്റെ ഒരു ഗുണം കൂടി അവരെ മനസ്സിലാക്കാനും നമുക്ക് അതെങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിക്കാനും നമുക്ക് ഇതുവഴി സാധിക്കുന്നുണ്ട്. വർഷങ്ങളോളം കാട് മൂടിക്കിടന്ന സ്ഥലം ചെത്തിപ്പൂക്കളാൽ നിറഞ്ഞപ്പോൾ ഇത് കാണാൻ നിരവധി പേരാണ് സ്കൂളിലെത്തുന്നത്. TCV പുതുക്കാട്. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,190 രൂപ, പവന് 81,520 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റുണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. പോലീസ് നടപടി പരിഷ്കൃത കേരളത്തിന് ചേർന്നതല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മുഖ്യമന്ത്രി മൗനത്തിന്റെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെന്ന് MM പ്രസന്റ്. മണ്ണത്തി അങ്കമാലി ദേശീയപാത നിർമ്മാണം. ദേശീയപാത അതോറിറ്റിക്ക് 18 കർശന നിർദ്ദേശങ്ങൾ നൽകി ജില്ലാ കളക്ടർ. നിർദ്ദേശം നൽകിയത് ഇടക്കാല ട്രാഫിക് മാനേജ്മെന്റ് കമ്മിറ്റി നടത്തിയ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ. അഷ്ടമി രോഹിണി നാൾ. ഗുരുപാനപുരിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 1000-ഓളം ശോഭായാത്രകൾ നടക്കും. പുതുക്കാട് സിഗ്നലിൽ 3 ലോറികൾ കൂട്ടിയിടിച്ച അപകടം. അപകടത്തിൽപ്പെട്ട LPG ടാങ്കർ ലോറി റോഡിൽ കുടുങ്ങിയത് പരിഭ്രാന്തി പരന്നു. പരിഹാരമാകാതെ തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാനപാതയിൽ കാഞ്ഞാണി സെന്ററിലെ ഗതാഗതക്കുരുക്ക്. കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ട് കിടക്കുന്നത് പതിവാകും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.